അപ്പോൾ നമസ്കാരം. ഇന്ന് നമ്മുടെ ട്രേഡിൻ്റെ ടാർഗറ്റ് ഓപ്പണിങ്ങിൽ തന്നെ കഴിഞ്ഞു. ആവറേജ് നമുക്കൊരു ബേസ്മെൻറ്റിൽ നിന്നുള്ള സൈസ് കഴിഞ്ഞ് നിന്നായിരുന്നത്. പക്ഷേ നമുക്ക് ഒരു പോയിൻ്റ് കൂടി രാവിലെ കയറിയിരുന്നായിരുന്നെങ്കിൽ എൻട്രി എടുക്കാൻ സുഖമായിരുന്നു. ഈ 200 പോയിൻ്റ് എന്ന് പറയുന്ന ഒരു ഏരിയ കറക്റ്റായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ടച്ച് ചെയ്തിട്ടാണ് നമുക്ക് വെള്ളിയാഴ്ച കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നത്. സോ ഇതായിരുന്നു നമ്മുടെ പുട്ട് ഓപ്ഷൻ റേഞ്ച്. പക്ഷെ ഇന്ന് നമുക്ക് ഒന്നിനെ കഴിഞ്ഞ ആഴ്ച എടുത്ത് ഹോൾഡ് ചെയ്യേണ്ട ഒരു ഹോൾഡിങ് അത്ര നല്ലതല്ലാത്തതുകൊണ്ട് പ്രോത്സാഹിപ്പിക്കാൻ പറ്റിയ കാര്യമല്ല. അപ്പോൾ അത് ഓപ്പണിങ്ങിൽ തന്നെ ടാർഗറ്റ് ഹിറ്റായി. അവിടെ നിന്ന് നമ്മളൊരു 38% ആണ് ഉദ്ദേശിക്കുന്നുണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് റിട്ടേൺ ഒക്കെ ചെയ്തത് കാരണം 38% കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. അവിടെ നിന്നാണ് തിരിച്ച് ബൗൺസ് ചെയ്തത്. അപ്പോൾ അവിടെ നിന്ന് ഒരു ബേസ്മെൻറ്റ് ഉണ്ടാവുന്നുണ്ട്. ഇനി ഇതിൻ്റെ കണ്ടിന്യൂഷൻ താഴത്തേക്ക് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പക്ഷേ അതിന് പറ്റിയൊരു ഒന്നും വന്നിട്ടില്ല, പോയിന്റുകളൊന്നും വന്നിട്ടില്ല. ഇപ്പം തൽക്കാലം കോൾ ഓപ്ഷൻ്റെ പ്രത്യേകിച്ചൊന്നുമില്ല. എടുത്ത് ഹോൾഡ് ചെയ്യാവുന്ന രീതിയിൽ ചെറുതൊക്കെ എടുത്തിട്ട് ഈ ഒരു 26,200 തന്നെ കഴിഞ്ഞ ആഴ്ച അല്ലെങ്കിൽ ഇന്നത്തേക്ക് പറഞ്ഞ സ്റ്റോപ്പ് ലോസ് തന്നെ കീപ്പ് ചെയ്താൽ മതി. ഇത് ഈ ഒരു ഏരിയയിലൊക്കെ എത്തി കഴിഞ്ഞാൽ ഒന്നും കൂടി വേണമെങ്കിൽ പുട്ട് ഓപ്ഷനിലൊക്കെ എടുക്കാം. കാരണം ഇനിയിപ്പോൾ ഈ ഒരു റേഞ്ച് കട്ടാവുന്ന ഒരു പുട്ട് ഓപ്ഷൻ ഒരുപാട് പോസിബിലിറ്റീസ് ഉള്ള സ്ഥലമാണ്. ഇത് കട്ടായി കഴിഞ്ഞാൽ പാറ്റേൺ ടോട്ടൽ സ്ട്രക്ചറിൽ വേരിയേഷൻ വരും. അതുകൊണ്ടാണ് ഇത് കട്ടായി കഴിഞ്ഞ് എടുക്കണമെന്ന് പറഞ്ഞത്. അതുവരെ പുട്ട് ഓപ്ഷൻ എടുത്ത് ഹോൾഡ് ചെയ്താലും പേടിക്കാനൊന്നും ഉണ്ടാവില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിൻ്റെ കണ്ടിന്യൂഷൻ നല്ല രീതിയിൽ താഴത്തേക്ക് വരേണ്ടതാണ്. അങ്ങനെയാണ് ഇതുവരെ ഉള്ളത്. പിന്നെ ഇതിന്മേൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. പുട്ട് ഓപ്ഷൻ്റെ സൈഡ് മാത്രം നോക്കിയാൽ മതി. ആ ഒരു 26,200 കയറണ വരെ അത് മാക്സിമം ഇതിപ്പോൾ ഈ റേഞ്ച് കുഴപ്പമില്ലാത്ത റേഞ്ചാണ് പുട്ട് ഓപ്ഷൻ എടുക്കാൻ. താഴത്തേക്ക് അടിച്ച് കഴിയുമ്പോൾ പിന്നെ വെയിറ്റ് ചെയ്തിട്ട് ഒന്നും കൂടി റിവേഴ്സലുകൾ കിട്ടുമ്പോൾ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇവിടെ ട്രെൻഡ് ക്രിയേറ്റ് ആയിട്ടില്ല താഴത്തേക്കുള്ളത്, പക്ഷേ ബ്രേക്കൗട്ടാണ്. ഈ ഒരു 25,898 എന്ന് പറഞ്ഞാൽ ഈ ഒരു എഡ്ജ് പൊട്ടണോടുകൂടി ഈ ട്രെൻഡിൻ്റെ കണ്ടിന്യൂഷൻ പിന്നെ വരാം സ്ട്രൈറ്റ് താഴത്തേക്ക്. മുമ്പ് നമ്മൾ പറഞ്ഞ ഒരു റേഞ്ച് വരെയൊക്കെ വരാം ഈ ഒരു ബേസ്മെൻറ്റിനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടുള്ളത്. അത് കുറച്ചുകൂടി ടൈം ഫ്രെയിം വലുതാക്കി പോയാലേ കാണുള്ളൂ. ഇതിൻ്റെ ഒരു താഴത്തേക്കുള്ളൊരു എക്സ്റ്റൻഷൻ മോഡ് ക്രിയേറ്റ് ആവുകയാണെങ്കിൽ ഇതിനെ റെസ്പെക്റ്റ് ചെയ്തിട്ട് താഴത്തേക്ക് വന്നൊരു 25,346 ഇതുവരെ വരാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നിന്നൊരു ബൗൺസിങ് ഈ 25,100 വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തിരിച്ചൊരു ബൗൺസിങ്. അതായത് ഈ ഒരു പാറ്റേൺ എങ്ങനെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പാറ്റേൺ ഉണ്ടാവാനെടുത്ത സമയത്തിൻ്റെ പകുതി സമയം കൊണ്ട് റിവേഴ്സൽ വരുന്നതാണ്. അപ്പോൾ നല്ലൊരു റേഞ്ചിൽ മുകളിലേക്ക് ബൗൺസിങ് ഉണ്ടാകും. ചെറിയ ക്വാണ്ടിറ്റിയിലായാലും നല്ല രീതിയിൽ 600 പോയിൻ്റൊക്കെ കിട്ടും മിനിമം. അപ്പോൾ ഒരു 300 പോയിൻ്റ് പ്രീമിയം തന്നെ ഹൈക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ഈ ഒരു ഭാഗത്ത് സ്റ്റോപ്പ് ലോസ് ആയിട്ട് അല്ലെങ്കിൽ ഈ ഒരു റേഞ്ചിനെ സ്റ്റോപ്പ് ലോസ് ആയിട്ട് കീപ്പ് ചെയ്താൽ മതി. അപ്പോൾ ഇതിലിപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം ഇന്നത്തേൽ. ഇപ്പോൾ പ്രത്യേകിച്ച് ട്രേഡ് ചെറിയ റേഞ്ചിലുണ്ടായിരുന്നു, 1 മിനിറ്റ് കല്ലുണ്ടായിരുന്നു. പക്ഷെ അത് ഇന്നലെ പറഞ്ഞ റേഞ്ച് വെച്ചിട്ട് നമ്മുടെ ടാർഗറ്റ് ഇന്ന് രാവിലെ തന്നെ കഴിഞ്ഞു പരിപാടി. താഴത്തേക്ക് നേരെ ഷാർപ്പായിട്ട് താഴെ വന്നു, മുകളിലേക്ക് പോയി. ബാക്കിയുള്ള നാളത്തെ ഇത് നോക്കിയിട്ട് പറയാനേ പറ്റുള്ളൂ. പുട്ട് ഓപ്ഷൻ തന്നെയാണ് ഇപ്പോൾ ഓപ്ഷനുള്ളൂ. വേറെ കോൾ ഓപ്ഷൻ്റെ ഇതിൽ നോക്കുന്നില്ല. 26,200 കയറണവരെ 26,200 കയറി കഴിഞ്ഞാൽ കോൾ ഓപ്ഷൻ ഒന്നും ഞാൻ പറയുന്നില്ല. കാരണം എനിക്ക് ഞാൻ മുകളിലേക്ക് പ്രത്യേകിച്ച് വ്യൂ ഒന്നും ഇവിടുന്ന് വന്നിട്ടില്ല. അതിനി ഉണ്ടാകുന്ന ബേസ്മെൻറ്റുകൾക്ക് അനുസരിച്ചിരിക്കുള്ളൂ. ഓക്കെ, ഇതിൻ്റെ ചെറിയ ബേസ്മെൻറ്റിൽ എന്തെങ്കിലും ക്രിയേറ്റ് ആയിട്ടുണ്ടോയെന്ന് വേണമെങ്കിൽ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു റീടെസ്റ്റ് മോഡാണ്. ചിലപ്പോൾ ബ്രേക്കായി 27,200 ഇതൊക്കെ വിട്ട് കഴിഞ്ഞാൽ ഷാർപ്പ് ചെയ്ത് ഈ പറഞ്ഞ സ്റ്റോപ്പ് ലോസിൻ്റെ റേഞ്ചിലേക്ക് കട്ട് ചെയ്ത് കയറാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ ഈ ഒരു ബേസ്മെൻറ്റിനെ റെസ്പെക്റ്റ് ചെയ്താൽ കൂടിയും നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റി കാണാനില്ല. അവിടെയും റിജക്ഷൻ ഏരിയകളാണ് നിൽക്കുന്നത്. സോ ബെയറിഷ് മോഡ് തന്നെയാണ് ഇപ്പോഴും ക്രിയേറ്റ് ആയിട്ടുള്ളൂ. കോൾ ഓപ്ഷൻ പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. പുട്ട് ഓപ്ഷൻ തന്നെ നോക്കിയാൽ മതി. ഓക്കെ, താങ്ക് യു.